ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മാത്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏരിയ. ഓക്കെ, അപ്പോൾ ഏരിയനെ കുറിച്ചൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് എൻ്റെ കണ്ടന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് തുടങ്ങുന്നത് പേജ് നമ്പർ 9 പേജ് നമ്പർ 9 ഒരു ബോക്സ് ഉണ്ടാകും. All triangles with the same base and area have their third vertex on a line parallel to the base. Conversely, all triangles with the same base and third vertex on the line parallel to the base have same area. അപ്പോൾ ഓരോ ഒന്ന് മനസ്സിലായി കാണില്ല എനിക്കറിയാം. ജസ്റ്റ് ഞാനിത് വരച്ച് കാണിച്ചില്ല, അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആദ്യം തന്നെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, സോറി, ആദ്യം ഒരു ട്രയാങ്കിൾ വരയ്ക്കാം നമുക്ക്. എ ബി. ഓക്കെ, ഈ എ ബി എന്ന ലൈനിന് പാരലലായിട്ട് ഞാൻ വേറൊരു ലൈൻ വരയ്ക്കാൻ പോവാം. പാരലൽ ലൈൻ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സെറ്റ് സ്ക്വയറും സ്കെയിലും നെയ്യുന്നതിന് ആവശ്യമുണ്ട്. സെറ്റ് സ്ക്വയർ അവരുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റ് സ്ക്വയറും സ്കെയിലും, സെറ്റ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലിരിക്കുന്ന സാധനം കേട്ടോ, ഞാൻ സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. ഈ രണ്ട് സെറ്റ് സ്കെയിലും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കൺഫ്യൂഷൻ ഉണ്ടോ, ഞാൻ എങ്ങനെയാണ് കാണിച്ചു തരും. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാം, ഏത് ലൈനിന് സമാന്തരമായിട്ടാണ് ഈ പാരലലായിട്ടാണ് ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ എ ബിക്ക് പാരലലായിട്ടല്ലേ നമുക്ക് ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ എ ബിക്ക് പാരലലായിട്ട് ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ നീട്ടുള്ള വശം ഉണ്ടല്ലോ, ഈ 1 to 11 അല്ലെങ്കിൽ 1 to 12 മാർക്കിങ്ങുള്ള ഈ നീട്ടുള്ള വശം ഈ ലൈനിന് ചേർപ്പിച്ച് വെക്കും. അപ്പോൾ നമ്മൾ ഇതിനെ മുട്ടിച്ച് വെച്ചു. എന്ത് ചെയ്യാം, ഈ സ്കെയില് ഇതിൻ്റെ ഇപ്പുറത്ത് വയ്ക്കാം. ഓക്കെ, രണ്ടും കൂടി ചേർത്ത് വേണം വെക്കാനായിട്ട് കേട്ടോ. സെറ്റ് സ്ക്വയറിൻ്റെ ഈ ഒരു വശം ഏത് ലൈനിന് പാരലായിട്ടാണ് വരയ്ക്കേണ്ടത് ആ ലൈനിൽ മുട്ടി വെച്ച് വെക്കുക. സ്കെയിൽ നമ്മളോട് ഫിക്സഡ് ആക്കി വെക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, നമ്മൾ സ്കെയിൽ ഇങ്ങനെ അനക്കാൻ പാടില്ല. സ്കെയിൽ ഇങ്ങനെ തന്നെ വെക്കുക. നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് സ്ക്വയർ മാത്രം എന്ത് ചെയ്യുക, സെറ്റ് സ്ക്വയർ മാത്രം എന്ത് ചെയ്യുക, അനക്കാതെ ഇങ്ങനെ മുകളിലേക്ക് നീക്കാം കേട്ടോ. അപ്പോൾ സ്കെയിൽ നമ്മൾ നീക്കരുത്, സെറ്റ് സ്ക്വയർ മാത്രം അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കാം. ഓക്കെ, സെറ്റ് സ്ക്വയർ സ്കെയിലിനോട് ചേർത്ത് വെച്ചിട്ട് ഒന്നിനെ കാണിച്ചു തരാം. ഇപ്പോൾ ഏത് ലൈനിന്, ഇപ്പോൾ എ ബിക്ക് പാരലായിട്ടാണ് നമുക്ക് വരയ്ക്കേണ്ടത് ലൈൻ അല്ലേ. ഇപ്പോൾ എ ബി എന്ന ലൈനിൽ നമ്മൾ സെറ്റ് സ്ക്വയർ വെച്ചു ഞാൻ മുകളിലേക്ക് ഇങ്ങനെ നീക്കുകയാണ്. ഞാൻ മുകളിലേക്ക് നീക്കി കുറച്ചുകൂടി നീക്കണം. അതുകൊണ്ട് നീക്കി നോട്ട്ബുക്കിൽ കറക്റ്റായിട്ട് സ്പേസ് കിട്ടും. ബോർഡായതുകൊണ്ട് കുറച്ച് ഞാൻ നീക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഞാൻ ലൈൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഈ ലൈൻ തന്നെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഈ രണ്ട് ലൈൻ എന്താണ്, ഈ രണ്ട് ലൈനും പാരലൽ ലൈനാണ്. എ ബി സി ഡി ഞാൻ പേര് കൊടുത്തു. പാരലൽ ലൈൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ, അവർ ഒരിക്കലും കൂട്ടിമുട്ടില്ല. അവൾ എന്തോരം നീട്ടിയാലും ഈ സി ഡി എന്ന ലൈനും എ ബി എന്ന ലൈനും ഒരിക്കലും എന്ത് ചെയ്യില്ല, ക്രോസ് ചെയ്ത് പോകില്ല. അതാണ് പാരലൽ ലൈൻസിന്റെ പ്രത്യേകത. അവർ ഇന്റർസെക്ട് ചെയ്യില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരിക്കലും എന്തോരം നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താലും കൂട്ടിമുട്ടില്ല. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ നമ്മൾ എ ബി എന്നൊരു ആദ്യം ലൈൻ വരച്ചു, ഇഷ്ടമുള്ള നീളത്തൊരു ലൈൻ വരച്ചു. അതിന് പാരലായിട്ട് വെറുതെ വരച്ചാൽ പോരാ, അതിന് പാരലായിട്ട് നമ്മൾ സി ഡി എന്ന ലൈൻ വരച്ചു. സെറ്റ് സ്ക്വയർ സ്കെയിൽ ഉപയോഗിച്ച് സി ഡി എന്ന ലൈൻ വരച്ചു. ഓക്കെ, ഇനി നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാൻ പോകണമെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ട്രയാങ്കിൾ വരയ്ക്കാൻ പോകണ്ട. അപ്പോൾ നമ്മൾ എന്തെടുക്കുക, ആദ്യം ഞാൻ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കും. ഇത് ട്രയാങ്കിൾ ആയാലോ, എ സി ബി അല്ലെങ്കിൽ എ ബി സി എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അപ്പൊ എ ബി എന്ന് പറയുന്നതിന്റെ ബേസ് അല്ലെങ്കിൽ പാദവും ഇതാണ്, ഈ മൂന്നാമത്തെ മൂല സി എന്ന് പറഞ്ഞ മൂല ഈ ഒരു ലൈനിൽ മുട്ടിയിട്ടുണ്ട് അല്ലേ. ഇതിന്റെ ബേസ് എ ബി, ഈ ഒരു മൂല മൂന്നാമത്തെ മൂല ഈ മുകളിലത്തെ ലൈനിൽ മുട്ടിയിട്ടുണ്ട്. ഇനി ഈ ഇതേപോലെ തന്നെ വേറൊരു ട്രയാങ്കിൾ കൂടി ഞാൻ വരയ്ക്കാൻ പോവാണ്. എങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. അതെന്താ നോക്കി, എ ബി സെയിം ലൈനിലല്ലേ, എ ബി എന്ന സെയിം ലൈനിലല്ലേ അത് വന്നിട നോക്കി. ഈ മൂന്നാമത്തെ മൂല ഇവിടെ മുട്ടി. അപ്പൊ എ ബി സി ഡി ഇ. അപ്പൊ എ ബി ഇ എന്ന് പറയുന്നത് വേറൊരു ട്രയാങ്കിൾ ആയിട്ട് നമുക്ക് കിട്ടി ഇല്ലേ. നമ്മൾ വരയ്ക്കും, നോട്ടിലേക്ക് വരയ്ക്കുമ്പോൾ സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കണം കേട്ടോ, ജസ്റ്റ് ട്രയാങ്കിൾ ഷേപ്പൊക്കെ മാറും. ഓക്കെ, അപ്പൊ വേറൊരു ട്രയാങ്കിൾ കിട്ടി. നമുക്ക് വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. എന്തായാലും വരയ്ക്കാം, കുറച്ചുകൂടി ചെരിച്ചിട്ട് ആംഗിൾ മാറ്റിയിട്ട് വേറൊരു ട്രയാങ്കിൾ വരച്ചു.
എ ബി സി ഡി ഇത് ഇ എഫ്, എ ബി എഫ് എന്ന് പറയുന്നത് വേറൊരു ട്രയാങ്കിൾ ആയിട്ട് കിട്ടി. ഇനി എന്തോരം ട്രയാങ്കിൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ അറിയുന്നുണ്ടോ? ഞാൻ വേറൊരു ട്രയാങ്കിൾ വരച്ചു, വേറൊരു ട്രയാങ്കിൾ വരച്ചു, വേറൊരു ട്രയാങ്കിൾ വരച്ചു, വേറൊരു ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ കുറേ ട്രയാങ്കിളുകളുടെ കൂട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇത് എല്ലാ ട്രയാങ്കിളിന്റെയും പ്രത്യേകത എന്താ? ഈ എ ബി എന്ന ഈ ഒറ്റ വരയമ്മേന്നാണ് എല്ലാ ട്രയാങ്കിളും ഉണ്ടായിരുന്നത് അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചേ, എ ബി ഏത് ട്രയാങ്കിളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്? എ ബി സി, എ ബി ഇ, എ ബി എഫ്, അങ്ങനെ പേര് കൊടുത്തില്ല അല്ലേ? എഫ് ജി എച്ച് ഐ. എന്താണ്? എ ബി ജി, എ ബി എച്ച്, എ ബി ഐ ആൻഡ് എ ബി ഡി. ഇത്രയും ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ഫിഗറിൽ അല്ലേ? ഇതിന്റെ പ്രത്യേകത നോക്കി, എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാത്തിന്റെയും പാദം എന്ന് പറയുന്നത് എന്താണ്? എ ബി ആണ്. നോക്കിയിട്ടുണ്ട്, എ ബി, എ ബി. എല്ലാ ട്രയാങ്കിളിലും എ ബി എന്ന പോർഷൻ വരുന്നുണ്ട് അല്ലെ? എ ബി എന്ന ലൈൻ എല്ലാ ട്രയാങ്കിളിലും വരുന്നുണ്ട്. ആകെ കൂടി മാറുന്നത് ഏതാണ്? ഈ ഒരു മൂല അല്ലെ? ഈ ഒരു വെർട്ടെക്സ് മാത്രമാണ് മാറുന്നുള്ളൂ. ഇവിടെ ഇത് മൂല സി ആണെന്ന്, ഇവിടെ ഇ, ഇവിടെ എഫ്, ഇവിടെ ജി, ഇവിടെ എച്ച്, ഇവിടെ ഐ, ഇവിടെ ഡി അല്ലെ? ഈ ഒരു മൂല മാത്രമേ മാറുന്നുള്ളൂ. ബാക്കി രണ്ട് ട്രയാങ്കിളിന്റെ ബാക്കി രണ്ട് മൂലകൾ എല്ലാം ഫിക്സഡ് ആണ് അല്ലെ? എ ബി എന്ന ലൈനിലാണ് എല്ലാ ട്രയാങ്കിളും ഉൾക്കൊണ്ടിരിക്കുന്നത് അല്ലെ? ആ കൂടി വ്യത്യാസം ആ മൂന്നാമത്തെ മൂലയിലാണ് ആ കൂടി വ്യത്യാസം വരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എങ്ങനെ? വിത്ത് സെയിം ബേസ്, എല്ലാത്തിനും സെയിം ബേസ് ആയിരിക്കണം. അതേപോലെ തന്നെ എല്ലാവരും കൂടെ നോക്കിയേ, ഈ എല്ലാ മൂലകളും ഏത് ലൈനിലാണ് ടച്ച് ചെയ്താൽ നോക്കിയേ? നമ്മൾ പറഞ്ഞില്ലേ, ഈ സി, ഇ, എഫ്, ജി, എച്ച്, ഐ, ഡി ഇത്രയും നമ്പേഴ്സും ഈ അത്രയും മൂലകളും ഏത് ലൈനിലാണ് ടച്ച് ചെയ്തേ? ഈ സി ഡി എന്ന പാരലൽ ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് പുറത്തേക്ക് പോയിട്ടുണ്ടോ? ഒന്നും ഈ സി ഡിന്റെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും പോയിട്ടില്ല. സി ഡി എന്ന ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ എല്ലാ ട്രയാങ്കിളിന്റെയും ഏരിയ എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ ട്രയാങ്കിളിന്റെയും ഏരിയ ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഷേപ്പിൽ വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിലും ഈ എ ബി സിയുടെ ഇപ്പൊ ഏരിയ ഒരു 50 ആണെന്നുണ്ടെങ്കിൽ 50 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എ ബിയുടെ 50 തന്നെയായിരിക്കും, എ ബി എഫിന്റെ 50 തന്നെയായിരിക്കും, എ ബി ജിയുടെ 50 തന്നെയായിരിക്കും, എ ബി എച്ചിന്റെയും എ ബി ഐയുടെയും എ ബി ഡിയുടെയും 50 തന്നെയായിരിക്കും. അതിന്റെ കണ്ടീഷൻ ഒന്നേ ഉള്ളൂ, എല്ലാത്തിനും സെയിം ബേസ് ഉണ്ട്. ഈ എ ബി എന്ന സെയിം ലൈനിലാണ് എല്ലാ ട്രയാങ്കിളും സ്റ്റാർട്ട് ചെയ്തതും എൻഡ് ചെയ്തത് ഏതിലാണ്? ഈ ഒരു സി ഡി എന്ന ലൈനിലാണ് എല്ലാ ട്രയാങ്കിളും എൻഡ് ചെയ്തത്. അതാണ് ഫസ്റ്റ് ബോക്സ് പറയുന്നത്. സെയിം ബേസും തേർഡ് വെർട്ടെക്സ് ഈ ഒരു പാരലൽ ലൈനിൽ ടച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തോ ഒരു ട്രയാങ്കിൾ വരച്ചാലും ആ ട്രയാങ്കിളുടെ എല്ലാത്തിന്റെ ഏരിയ എന്തായിരിക്കും? എല്ലാത്തിന്റെ ഏരിയ ഈക്വൽ ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ ഫസ്റ്റ് ബോക്സ് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓൾ ട്രയാങ്കിൾസ് ഹാവിങ് ഇതാണ് ഇത് സെയിം ബേസ് ആയിരിക്കണം. തേർഡ് വെർട്ടെക്സ് മൂന്നാമത്തെ മൂല എന്ന് പറയുന്നത് ഈ ബേസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലാണ് ടച്ച് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ എല്ലാ ട്രയാങ്കിൾസിന്റെയും ഏരിയ എന്താണ്? സെയിം ആയിരിക്കും, ഏരിയ ഈക്വൽ ആയിരിക്കും. ദേ ഓൾ ഹാവ് സെയിം ഏരിയ. എല്ലാ ട്രയാങ്കിളിന്റെയും പരപ്പളവ് തുല്യമായിരിക്കും കേട്ടോ. എല്ലാ ത്രികോണത്തിന്റെ പരപ്പളവ് തുല്യമായിരിക്കും. ഇതാണ് ഇതിന്റെ ലോജിക് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കൺസ്ട്രക്ഷൻ ഉണ്ട്, പാഠത്തിൽ വരയ്ക്കാനുണ്ട്. അപ്പൊ ഇത് ഓർത്ത് വെക്കാം. നമുക്ക് പ്രോബ്ലത്തിലേക്ക് തൊട്ട് താഴെയുള്ള ഒരു പ്രോബ്ലം നമുക്ക് വരയ്ക്കാം. തൊട്ട് താഴെയുള്ള ബോക്സിന് തൊട്ട് താഴെയുള്ള എക്സാമ്പിൾ പ്രോബ്ലം ആണ് നമുക്ക് വരയ്ക്കേണ്ടത്. നമുക്ക് നോക്കാം. ബെസ്റ്റ് ഇത് നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുക, എന്നിട്ട് ആ ബോക്സ് ഒന്ന് എഴുതാം കേട്ടോ. ഈ ഒരു ട്രയാങ്കിൾ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുക. സ്കെയിലൊക്കെ വെച്ചിട്ടാണ് വരയ്ക്കാനായിട്ട്, പാരലായി വരയ്ക്കണമെന്ന് ഞാൻ പഠിച്ചു അല്ലേ? അപ്പോൾ അതേപോലെ വരച്ചിട്ട് നോട്ട്ബുക്കിലേക്ക് ആ ബോക്സ് ചെയ്താൽ ബോക്സ് ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാ ഈ ട്രയാങ്കിൾസിന്റെ പ്രത്യേകതയാണ് ആ ബോക്സ് പറയുന്നത്. സെയിം ബേസ് എ ബി എന്ന സെയിം ലൈനിലാണ് എല്ലാ ട്രയാങ്കിളും വന്നിട്ടുണ്ട് അല്ലേ? നോക്കിയാണ്ടോ, എല്ലാ ട്രയാങ്കിളും നമ്മൾ എഴുതി കഴിഞ്ഞപ്പോൾ എ ബി എ ബി എ ബി കാണുന്നുണ്ട് അല്ലേ? അപ്പൊ എല്ലാ ട്രയാങ്കിളിന്റെയും ഒരു ഭാഗമായിട്ട് എ ബി എന്ന ലൈൻ വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ മൂല, ട്രയാങ്കിളിൽ 3 മൂലകളല്ലേ ഉള്ളൂ. ട്രയാങ്കിളിൽ എ എന്ന് പറഞ്ഞ ഒരു മൂല, ബി എന്ന് പറയുന്ന ഒരു മൂല, സി എന്ന് പറയുന്ന ഒരു മൂല. വെർട്ടെക്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന മൂലയാണ്. സി എന്ന് പറയുന്ന മൂല എന്ത് എവിടെ വന്നത്? ഈ എ ബി എന്ന ലൈനിന് സമാന്തരമായിട്ട് ഈ പാരലൽ ആയിട്ടുള്ള ലൈൻ വരച്ചല്ലോ. ആദ്യം സി ഡി വരച്ചില്ലേ? ആ ലൈനിനെയാണ് എല്ലാ മൂലകളും ടച്ച് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ നമുക്ക് ട്രയാങ്കിൾസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വരയ്ക്കുന്ന
എന്തോ ഒരു ട്രയാങ്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിലും ആ ട്രയാങ്കിൾസിന്റെ ഒക്കെ ഏരിയ എന്തായിരിക്കും? ആ ട്രയാങ്കിൾസിലൊക്കെ ഏരിയ ഈക്വൽ ആയിരിക്കും. നമ്മൾ മെഷർ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ പറയാൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഈക്വൽ ഏരിയ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. പെൻസിൽ ബോക്സ് ഒക്കെ എടുത്ത് വെച്ചിട്ട് വരയ്ക്കാം കേട്ടോ. Draw a triangle of sides 4 cm, 5 cm and 6 cm and draw an isosceles triangle with the same base and area. അപ്പോൾ ആദ്യം ട്രയാങ്കിൾ വരയ്ക്കുക. ആ ട്രയാങ്കിളിന്റെ ഏരിയക്ക് തുല്യമായിട്ടുള്ള വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ട്രയാങ്കിളിന്റെ അളവുകളൊക്കെ തന്നിട്ടുണ്ട്. എത്രയൊക്കെ ആയിരിക്കണം? 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ആയിരിക്കണം ആ ട്രയാങ്കിളിന്റെ വശങ്ങളുടെ അളവുകൾ. ഓക്കെ, നിങ്ങൾക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയാലോ എന്തായാലും. അതേപോലെ തന്നെ ട്രയാങ്കിൾ വരയ്ക്കുക. ആദ്യം എന്ത് ചെയ്യുക? ഇഷ്ടമുള്ള വശം നിങ്ങൾക്ക് ബേസ് ആയിട്ട് എടുക്കാം, ഭാഗമായിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 6 സെന്റിമീറ്റർ ഞാൻ സ്കെയിൽ എടുക്കുക. സ്കെയിൽ വെച്ച് വരയ്ക്കാൻ കേട്ടോ. 6 സെന്റിമീറ്റർ ഞാൻ കുറച്ച് വലുതാക്കി ആയിരിക്കും വരയ്ക്കുക, അങ്ങനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ 6 സെന്റിമീറ്ററിൻ്റെ ഒരു ലൈൻ വരച്ചു. AB is equal to 6 സെന്റിമീറ്റർ. ഓക്കെ, ഞാൻ ഏതെങ്കിലും ഒരു വശം 4 സെന്റിമീറ്റർ, ഏതെങ്കിലും ഒരു വശം 5 സെന്റിമീറ്റർ ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് 4ഉം 5ഉം വരുമ്പോൾ ഇങ്ങനെ എടുക്കുക. നമ്മൾ കോമ്പസും പെൻസിൽ എടുക്കണം. കോമ്പസും പെൻസിൽ എടുത്തിട്ട് വേണം നമ്മൾ ആർക്ക് കട്ട് ചെയ്തിട്ട് വേണം അങ്ങനത്തെ ട്രയാങ്കിൾ നമ്മൾ യോജിപ്പിക്കാൻ. ഓക്കെ, എല്ലാവരുടെയും കയ്യിൽ കോമ്പസ് ഉണ്ടാവും എന്ന് വിചാരിക്കണം. കോമ്പസിൽ പെൻസിൽ ലോഡ് ചെയ്യുക. ഓക്കെ, പെൻസിൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് എന്തായാലും ബോർഡിലൂടെ വരച്ച് കാണിക്കാൻ പറ്റില്ല, ജസ്റ്റ് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഏതിന് ഇഷ്ടമുള്ള നമുക്ക് 4 സെന്റിമീറ്റർ എടുക്കാം. അപ്പോൾ 4 സെന്റിമീറ്റർ നമ്മൾ ഏതിൽ കുത്തി വരയ്ക്കണം. അപ്പോൾ നിങ്ങൾ കോമ്പസ് എടുത്ത് നമ്മൾ സ്കെയിലിൽ മെഷർ ചെയ്ത് എത്രയാണ്? 4 സെന്റിമീറ്റർ അളവ് തന്നിട്ടുള്ളത് കൊണ്ട് കറക്റ്റ് അളവ് തന്നെ എടുക്കണം. 4 സെന്റിമീറ്റർ നമ്മൾ മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? എ എന്ന പോയിന്റ്, എ കണ്ടില്ലേ? ഏല് കുത്ത് നമ്മുടെ കോമ്പസിന്റെ നീഡിൽ ഏല് കുത്തിയിട്ട് എന്ത് ചെയ്യുക? നമ്മളൊരു ആർക്ക് നമ്മൾ വരയ്ക്കാൻ പോകണം. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് കറക്റ്റ് മെഷർമെൻറ്റുള്ള ആർക്കല്ല, എന്നാലും നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റ് എടുത്ത് വരയ്ക്കുക. അപ്പോൾ നമ്മളൊരു 6 കിട്ടി. നമ്മൾ എന്താ വരച്ചാൽ 4 സെന്റിമീറ്ററിൻ്റെ ഒരു ആർക്ക് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരെണ്ണം ഉണ്ടല്ലോ 5 സെന്റിമീറ്റർ കൊണ്ട് വരയ്ക്കാനുണ്ട്. അപ്പോൾ വീണ്ടും അതേപോലെ തന്നെ 5 സെന്റിമീറ്റർ നിങ്ങൾ സ്കെയിലിൽ മെഷർ ചെയ്തെടുത്തു. ഇനി എവിടെ കുത്തേണ്ടത്? നിങ്ങൾ ബിയിൽ കുത്താം. ബിയിൽ കുത്തിയിട്ട് ഈ ആർക്കിനെ കട്ട് ചെയ്യുന്ന രീതിയിൽ 5 സെന്റിമീറ്ററിൻ്റെ ആർക്ക് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ബിയിൽ കുത്തി ഇവിടെ നിന്ന് ഇങ്ങനെ ആർക്ക് കിട്ടും. ഓട്ടെ, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും കേട്ടോ. അപ്പോൾ എന്ത് കിട്ടും? 4 സെന്റിമീറ്റർ ആയിരിക്കും, ഇത് 5 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കാനായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നമ്മുടെ ചോദ്യം ഈ ട്രയാങ്കിൾ വരയ്ക്കാൻ മാത്രമല്ല, ഈ ട്രയാങ്കിളിന് തുല്യമായിട്ടുള്ള പരപ്പളവ് വരുന്ന വേറൊരു ട്രയാങ്കിൾ കൊണ്ട് വരയ്ക്കാനാണ് ചോദ്യം. ഓക്കെ, ഇതിന് സെയിം ഏരിയ വരുന്ന വേറൊരു ട്രയാങ്കിൾ കൊണ്ട് വരയ്ക്കണം. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന ഏരിയ ഒക്കെ കണ്ടുപിടിക്കണം. ഇക്വേഷൻ വെച്ചിട്ട് ഹാഫ് BH ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കണം അല്ലേ? അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ ഏരിയ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പഠിച്ച ബേസിക് എന്താണ്? നേരത്തെ പഠിച്ച ബേസിക് എന്ന് പറയുന്നത് സെയിം ബേസിൽ വരുന്ന ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ AB ആണ് ഇതിൻ്റെ ബേസ് അല്ലേ? അപ്പോൾ സെയിം ബേസ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾ വേറെ വരയ്ക്കാൻ പോവാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു പാരലൽ ലൈൻ, ഈ ABക്ക് പാരലൽ ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. അതുമേക്ക് കൂട്ടിമുട്ടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കറക്റ്റ് ഏരിയ വന്ന ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ കിട്ടും. പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം നമ്മുടെ സ്റ്റെപ്പ് എന്തായിരുന്നു? 4, 5, 6 സെന്റിമീറ്ററിൽ വശങ്ങളുള്ള ഒരു ത്രികോണം വരയ്ക്കാനായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. 6, 5, 4 ഉള്ള ഒരു എന്താണ് സൈഡുകളുള്ള ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് സെയിം ഏരിയ വരുന്ന വേറൊരു ട്രയാങ്കിൾ കൂടി കൺസ്ട്രക്ട് ചെയ്യാം അല്ലേ? സെയിം ട്രയാങ്കിൾ തന്നെ സെയിം ഏരിയ വരുന്ന ഐസോസെൽ ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അങ്ങനെ ചെയ്യാൻ പോവാണ്. AB എന്ന സെയിം ബേസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ AB ഞാൻ ബേസ് ആയിട്ട് എടുത്തു. അപ്പോൾ ബേസിന് പാരലൽ ആയിട്ട് സെറ്റ് സ്ക്വയറിന് വെച്ചു. ഓക്കെ, സെറ്റ് സ്ക്വയറിന് വെച്ചു. സ്കെയിൽ എടുത്തു. സ്കെയിൽ എന്ത് ചെയ്തു? സ്കെയിൽ ഇവിടെ ഫിക്സഡ് ആക്കി വെച്ചു കേട്ടോ. സ്കെയിൽ സെറ്റ് സ്ക്വയറിനോട് ചേർത്ത് വെക്കണം കേട്ടോ. ഇങ്ങനെ എന്ത് ചെയ്യാം? നമ്മൾ സെറ്റ് സ്ക്വയർ ആ ലൈനിൽ വെക്കുക. എന്നിട്ട് സ്കെയിലിൽ എന്ത് ചെയ്യാം? ഈ സെറ്റ് സ്ക്വയറിനോട് ഇങ്ങനെ ചേർത്ത് വേണം വെക്കാനായിട്ട്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. സെറ്റ് സ്ക്വയർ വെച്ചു. സ്കെയിൽ എന്ത് ചെയ്തു? സ്കെയിൽ ഇങ്ങനെ നേരെ ചേർത്ത് ഇപ്പോൾ ഇവർ തമ്മിൽ L ഷേപ്പ് ആയിരിക്കും ഫോം ചെയ്യും 90 ഡിഗ്രി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ സ്കെയിൽ അനക്കണം. സ്കെയിൽ അനക്കാതെ സെറ്റ് സ്ക്വയർ മാത്രം മുകളിലേക്ക് അനക്കി. ഓക്കെ, മുകളിലേക്ക് നീക്കി നമ്മൾ ഈ ആർക്ക് വരച്ചാണ് പോയിന്റ് ഇല്ലേ? അല്ലെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഒരു മൂലയില്ലേ?
ആ മൂലയിൽ ഞാൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പം എനിക്ക് ബോർഡായതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട് മാർക്ക് ചെയ്യാൻ, അത് കുഴപ്പമില്ല. എന്താ, ഞാനൊരു പാരലൽ ലൈൻ വരച്ചു, എ ബിക്ക് പാരലൽ ആയിട്ടൊരു ലൈൻ വരച്ചു. ഇനി ഞാൻ ജസ്റ്റ് ഒരു പേര് വേണമെങ്കിൽ കൊടുക്കാം, ഒരു സി ഡി എന്ന് ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എ ബി എന്ന ലൈനും സി ഡി എന്ന ലൈനും പാരലാണ്. പാരലൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു രീതിയാണ്, അവർ കൂട്ടി മുട്ടാത്ത വരകളാണ് രണ്ടും. നമ്മുടെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, നമുക്കൊരു ട്രയാങ്കിളൂടെ വരയ്ക്കണം അല്ലേ. അപ്പം ആ ട്രയാങ്കിൾ ഈ വരയിൽ എവിടെ വരയ്ക്കുമെന്ന് നമുക്കറിയില്ല അല്ലേ. ഈ ഒരു ട്രയാങ്കിളൂടെ നമുക്ക് വരയ്ക്കണം, പക്ഷെ അത് എങ്ങനെ വരയ്ക്കണം എന്ന് നമുക്ക് അറിയില്ല. എവിടെ അതിൻ്റെ മൂന്നാമത്തെ മൂല എ ബി നമുക്കറിയാം, ഇനി മൂന്നാമത്തെ മൂല എവിടെ വരുന്നത് നമുക്ക് അറിയില്ല. അപ്പം അതറിയാനായിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, നമ്മുടെ പെൻസിലും കോമ്പസും സ്കെയിൽ എടുക്കുക. നമുക്ക് ഒരു ബൈസെക്ടറോടെ വരയ്ക്കാനുണ്ട്. ഓക്കെ, അപ്പൊ എ ബി എന്ന ലൈൻ അറിയാലോ നമുക്ക്. ഈ എ ബി എന്ന ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. നമ്മൾ കഴിഞ്ഞൊക്കെ പഠിച്ച മാതിരി തന്നെ എന്ത് ചെയ്യുക, എ ബിയുടെ പകുതി കൂടുതൽ നീളം നമ്മൾ കോമ്പസിൽ എടുക്കുക. എ ബിയുടെ 6 സെന്റിമീറ്റർ അല്ലേ, പകുതി കൂടുതൽ നീളം എന്ന് പറയുമ്പോൾ ഒരു 3 സെന്റിമീറ്ററിൽ കൂടുതൽ നീളം, 3 സെന്റിമീറ്ററിൽ കൂടുതൽ നീളം നമ്മൾ കോമ്പസിൽ എടുക്കുക. 3 4 ഒക്കെ എടുക്കാം, കുഴപ്പമില്ല. പകുതി കൂടുതൽ എടുത്താലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ 3 കൂടുതൽ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റ് കുത്തിയിട്ട് നമ്മൾ ആർക്ക് കട്ട് ചെയ്യാൻ പോകും. എന്ത് ചെയ്യുക, ജസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്തു, താഴേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്തു. ഏല് കുത്തിയിട്ട് എ ബിയുടെ പകുതി കൂടുതൽ നീളം എടുക്കുക. എന്നിട്ട് ഏല് കുത്തിയിട്ട് ഇവിടെ ആർക്ക് കട്ട് ചെയ്തു, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു. ഇനി സെയിം മെഷർമെന്റ്, നമ്മൾ മെഷർമെന്റ് ഒന്നും മാറ്റുന്നില്ല, സെയിം മെഷർമെന്റിന് വെച്ചിട്ട് ബിയിൽ കുത്തി. ഓക്കെ, ബിയിൽ കുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും നമ്മൾ ആർക്ക് കട്ട് ചെയ്യാൻ പോകും. മുകളിൽ ആർക്ക് കട്ട് ചെയ്തു, താഴെ ആർക്ക് കട്ട് ചെയ്തു. ഓക്കെ, അപ്പം എനിക്കത് കോമ്പസ് ബോർഡിൽ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ 2 ആർക്കുകൾ കിട്ടും അല്ലേ. ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. നിങ്ങൾ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, രണ്ടും ഇങ്ങനെ, എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല അത്. ഓക്കെ, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ആ 2 ലൈൻസും നിങ്ങൾക്ക് ഒരു സ്കെയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യും. അതുപോലെ തന്നെ ആ വര ഈ പോയിന്റിലേക്ക് മുട്ടിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വര കിട്ടിയില്ലോ, ഇങ്ങനെ ഒരു വര കിട്ടി. അപ്പോൾ ഈ സി ഡി എന്ന ലൈനിൽ മുട്ടിയ പോയിന്റ് ഏതാ നോക്കി, ഈ വര മുട്ടിയിട്ടില്ലേ, ഇവിടെ മുട്ടിയിട്ടുണ്ട് അല്ലേ. ആ മുട്ടിയ പോയിന്റിലാണ് നമ്മൾ മൂന്നാമത്തെ മൂല വരയ്ക്കേണ്ടത്. അപ്പം എന്ത് ഇത് മതി, ഈ എന്ന് ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, അപ്പം എ ഇ ബി ആണ് നമ്മുടെ ആവശ്യമുള്ള ട്രയാങ്കിൾ ഉണ്ടാവും. അപ്പം നമ്മൾ സെയിം ഏരിയയുടെ വേറെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞില്ലേ, ആ ട്രയാങ്കിളാണ് എന്ത്, ട്രയാങ്കിൾ എ ഇ ബി. ട്രയാങ്കിൾ എ ഇ ബി ആണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞ സെയിം ഏരിയ ഉള്ള. നമ്മൾ മുമ്പ് വരച്ച ട്രയാങ്കിൾ ഏതാണ്, എ ബി സി അല്ലേ. എ ബി സി എന്ന ട്രയാങ്കിളിനോട് സെയിം ഏരിയ ഉള്ള വേറെ ട്രയാങ്കിൾ കിട്ടിയതാണ് എ ഇ ബി. അത് മെഷർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇങ്ങനെ വരുന്ന ട്രയാങ്കിൾ എല്ലാവരും സെയിം ഏരിയ ഉള്ളതായിരിക്കും. ഓക്കെ, അങ്ങനെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളോട് 4, 5, 6 സെന്റിമീറ്റർ ഉള്ള ട്രയാങ്കിൾ ആദ്യം വരച്ചു. ഓക്കെ, അത് വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, എന്നിട്ട് നമ്മൾ വേറൊരു സെയിം ഏരിയയിൽ വേറൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ എ ബി എന്ന ബേസിന് പാരലായിട്ട് വേറൊരു ലൈൻ സി ഡി വരച്ചു. ഓക്കെ, അത് ജസ്റ്റ് വീഡിയോ ഇനി മുമ്പോട്ട് കാണാം. വീണ്ടും പറഞ്ഞ സമയം കാണില്ല, വീഡിയോ മുമ്പോട്ട് കാണാൻ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, എ ബി എന്ന ലൈനിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു. അത് കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു പോയിന്റായിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പം എന്തെങ്കിലും വരയ്ക്കണേലും വല്ല സംശയം ഉണ്ടെങ്കിൽ പോസ് ചെയ്ത് കാണാം കേട്ടോ. അപ്പം അത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെ ചെയ്തു. ഓക്കെ, നമ്മൾക്ക് ചെയ്യാൻ പോണ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പം നമ്മൾ ആ എക്സസൈസ് ഫസ്റ്റ് എക്സസൈസിലെ പേജ് നമ്പർ 11 സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചെയ്ത കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം. ഈ ഒരു കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഡ്രോ ദ ട്രയാങ്കിൾ ഷോൺ ബിലോ ഇൻ യുവർ നോട്ട്ബുക്ക്.
ഡ്രോ ദ ട്രയാങ്കിൾ ഷോൺ ബിലോ ഇൻ യുവർ ഈ തന്നിരിക്കുന്ന ഈ കാണിച്ചിരിക്കുന്ന ട്രയാങ്കിൾ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ താഴെ തന്നിരിക്കുന്ന അളവുകൾ തന്നിട്ടുണ്ടല്ലേ, അത് വെച്ചിട്ട് സെയിം ഏരിയ തന്നെ വേറെ ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിൾ നോട്ട്ബുക്കിലേക്ക് വരണം. ഈ ട്രയാങ്കിൾ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുന്ന മെഷർമെന്റ് തന്നിട്ടുണ്ടല്ലോ. ബേസ് 7 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, AB 7 സെന്റിമീറ്റർ, AC 5 സെന്റിമീറ്റർ, ആംഗിൾ A 60 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഒരു ട്രയാങ്കിൾ ശരിക്കും വരയ്ക്കാൻ പോകണം. അപ്പോൾ സ്കെയിൽ എടുക്കുക, 7 സെന്റിമീറ്റർ ഉള്ള വര വരയ്ക്കാം. ഓക്കെ, നമുക്ക് 60 ഡിഗ്രി വേണമല്ലോ. 60 ഡിഗ്രി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് നമ്മുടെ പ്രൊട്ടക്ടർ വേണം. ഓക്കെ, എടുത്തു, എന്ത് ചെയ്താ 60 ഡിഗ്രി മാർക്ക് ചെയ്യാം. 60 ഡിഗ്രി മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, കിട്ടി പഠിച്ചിട്ടുണ്ട് മാർക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ 0 തുടങ്ങിയിട്ട് 60 വന്ന രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ 0 നിന്ന് 60 വന്ന രീതിയിൽ നോക്കാം കേട്ടോ. അപ്പോൾ 60 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്തു. ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തു. ആ സൈഡ് എത്രയാണ് വേണ്ടത് നമുക്ക്? ആ സൈഡ് നമുക്ക് 5 സെന്റിമീറ്റർ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോമ്പസ് എടുക്കുക. 5 സെന്റിമീറ്റർ നിങ്ങൾ മെഷർ ചെയ്തെടുക്കുക. ഓക്കെ, 5 സെന്റിമീറ്റർ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എയിൽ കുത്തിയിട്ട് 5 സെന്റിമീറ്ററിന്റെ ആർക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇത് 5 സെന്റിമീറ്റർ ആയിരിക്കും. ഈ മൂന്നാമത്തെ വശം എന്തുകൊണ്ടും നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഈ ആർക്കും ഇതുകൊണ്ട് നമ്മളോട് ജോയിൻ ചെയ്താൽ മതി. കാരണം മൂന്നാമത്തെ വശം തന്നിട്ട് അറിയാമെങ്കിൽ മാത്രം നമ്മൾ ഇവിടെ നിന്ന് പുതിയ ആർക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലേ. മൂന്നാമത്തെ വശം അറിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇതിനെ നമ്മൾ ജോയിൻ ചെയ്യാം. ABC. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ട്രയാങ്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഇതിന് വേറെ ട്രയാങ്കിൾ വരയ്ക്കണം. സെയിം ഏരിയ വന്ന ട്രയാങ്കിൾ വേറെ വരയ്ക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആംഗിൾ ആണ് തന്നിട്ടുള്ളത്. BAP = 90 ഡിഗ്രി. അപ്പോൾ ഏത് ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്? ഇനിയും ABC എന്ന ട്രയാങ്കിൾ നമുക്കറിയാം അല്ലേ. ഇനി ഈ ട്രയാങ്കിളിന്റെ സെയിം ഏരിയ വരുന്ന BAP എന്ന ട്രയാങ്കിൾ വരയ്ക്കണം. അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കണം. അതാണ് പ്രത്യേകത. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് BAP ആദ്യത്തെ രണ്ട് ലെറ്റർ എന്താ? BA അല്ലേ. അപ്പൊ BA വരുന്നതാണ് ബേസ് ആക്കിയിരിക്കുന്നത്, പാത ആക്കിയിരിക്കുന്നത്. ഓക്കെ, ബേസ് ഏതായിരിക്കും? എപ്പോഴും BA എന്ന് പറയേണ്ടതായിരിക്കണം ബേസ്. P എന്തായിരിക്കും? നമ്മൾ മൂന്നാമതൊരു പോയിന്റ് കണ്ടുപിടിക്കുമല്ലോ, ആ പോയിന്റിനാണ് നമ്മൾ B എന്ന് പേര് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ BA ബേസ് ആയിട്ട് വരയ്ക്കും. ഇവിടെ BA ഏതാണ്? ഇതാണ് BA. അപ്പൊ ഈ ലൈൻ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈ AB എന്ന ലൈനിന് ഈ BA എന്ന ലൈനിന് എന്ത് ചെയ്യണം? പാരലൽ ആയിട്ട് വേറൊരു ലൈൻ വരയ്ക്കണം. പാരലൽ ലൈൻ വരയ്ക്കാൻ എന്ത് ചെയ്യണം? നമ്മുടെ സെറ്റ് സ്ക്വയറും സ്കെയിലും നമുക്ക് വീണ്ടും ആവശ്യമുണ്ട്. അപ്പൊ സെറ്റ് സ്ക്വയർ എടുത്തു, സ്കെയിൽ എടുത്തു കേട്ടോ. ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചേച്ചൊന്നും വെക്കല്ലോ, സ്കെയിൽ എപ്പോഴും ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക. ഏത് ലൈനിന് പാരലൽ ആയിട്ടാണ് വെക്കേണ്ടത് അവിടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ടുണ്ട്, സ്കെയിൽ നേരെ വെച്ചിട്ടുണ്ട്. സ്കെയിൽ നമ്മൾ അനക്കാതെ എന്ത് ചെയ്യണം? നീക്കി ഈ പോയിന്റ് വരെ കൊണ്ടുതന്നെ അവിടുത്തെ ഒരു ലൈൻ വരയ്ക്കണം. ഈ പോയിന്റ് വരെ കൊണ്ടുവന്നു. എൻ്റെ ബോർഡ് ആയതുകൊണ്ടാണ് കറക്റ്റായിട്ട് വരാത്തത്. നിങ്ങളുടെ കറക്റ്റായിട്ട് വരും. നോട്ട്ബുക്ക് ചെറുതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? പാരലൽ ആയിട്ട് ലൈൻ വരച്ചല്ലോ. അപ്പൊ നമ്മൾ അതിന് എന്ത് പേരുള്ള ഓക്കെ അതിന്റെ പേരിന് കൊടുത്തിന് കുഴപ്പമില്ല, നമ്മളത് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? B ആദ്യം വന്ന രണ്ട് ലെറ്ററുകൾ ബേസ് ആയിട്ട് എടുക്കുക. അവിടെ BA ആണല്ലേ. അപ്പൊ BA ബേസ് ആയിട്ട് എടുത്തു. അതിന് പാരലായിട്ട് ആ രണ്ട് നമ്പർ വന്ന രണ്ട് ലെറ്റർ ലൈനിന് പാരലായിട്ടൊരു ലൈൻ വരച്ചു. അപ്പൊ BAക്ക് ഇവിടെ BA ആണ്. BAക്ക് പാരലായിട്ട് സെറ്റ് സ്ക്വയറും സ്കെയിലും യൂസ് ചെയ്ത് നമ്മൾ വരച്ചു. നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് BAP = 90 ഡിഗ്രി ആയിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ നടുക്കെടുക്കുന്ന ലെറ്റർ ഉണ്ടല്ലോ, അതേതാ? ഏലാണ് എന്ത് മാർക്ക് ചെയ്യേണ്ടത്? 90 ഡിഗ്രി മാർക്ക് ചെയ്യേണ്ടത്. എപ്പോഴും 3 ലെറ്റർ തരുമ്പോൾ ആംഗിൾ എപ്പോഴും നടുക്കെടുക്കുന്ന ലെറ്ററിനായിരിക്കും ആംഗിൾ വരാം. അപ്പൊ ഏലാണ് എന്ത് വേണ്ടത്? 90 ഡിഗ്രി വേണ്ടത്. അപ്പൊ എവിടെ ഇരിക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ A ഇരിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ പ്രൊട്ടക്ട് എടുക്കുക, എന്നിട്ട് Aയിൽ കുത്താം, എന്നിട്ട് എന്ത് മാർക്ക് ചെയ്യുക? 90 ഡിഗ്രി മാർക്ക് ചെയ്യുക. ഓക്കെ, 90 ഡിഗ്രി മാർക്ക് ചെയ്തു. അത് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച്
ഈ ലൈനിലേക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തോട്ടോ, കുഴപ്പമില്ല. ഈ ലൈനിലേക്ക് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, എൻ്റെ സ്കെയിൽ ഉപയോഗിക്കാതെ കുറച്ച് വളഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇതെന്തായിരിക്കും? ഇത് 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി മാർക്ക് ചെയ്തു. അപ്പോൾ ഈ ലൈനിൽ ഇവിടെ ടച്ച് ചെയ്ത ഈ പോയിന്റും ബിയും തമ്മിൽ യോജിപ്പിക്കാം. ഓക്കെ, ഇതിനെന്താ ഈ പോയിന്റ് എന്താ പേര് കൊടുക്കേണ്ടത്? ഈ പോയിന്റ് കൊടുക്കേണ്ട പേരാണ് പി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ആവശ്യപ്പെട്ട ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഏത് ട്രയാങ്കിളാ? ബി എ പി. കണ്ടോ, ഈ ട്രയാങ്കിളാണ് നമ്മൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. കിട്ടിയോ? ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത്, ജസ്റ്റ് ലൈറ്റ് ആയിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിൾ ഏതാണോ ആ ട്രയാങ്കിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ ഒന്നിനെ പറഞ്ഞുതരാം. നമ്മൾ ആദ്യം ടെക്സ്റ്റ് ബുക്കിൽ കണ്ട മാതിരി ഒരു ട്രയാങ്കിൾ വരച്ചു. അടുത്ത ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എപ്പോഴും ബി എ പി 90 ഡിഗ്രി ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ 2 ലെറ്ററിൽ എടുക്കുക, അതാണ് നമ്മൾ ബേസ് ആക്കി എടുക്കുന്നത്. അവിടെ ബി എ, ഇപ്പം ബി എ നമ്മൾ ബേസ് ആക്കി എടുത്തു. ഓക്കെ, ആ ബി എക്ക് പാരലായിട്ട് നമ്മൾ സെറ്റ് സ്ക്വയറും സ്കെയിലും വെച്ചിട്ട് ഒരു വര വരച്ചു. അങ്ങനെ ഒരു വര വരച്ചു. ഓക്കെ, നമ്മൾ 90 ഡിഗ്രി ഇതിനെ വേണ്ടത് നടുക്കുള്ള ലെറ്ററിന് ആ ആംഗിൾ കൊടുക്കുക. എക്ക് 90 ഡിഗ്രി കൊടുത്തു. പേര് നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി മാർക്ക് ചെയ്തു. ഓക്കെ, and ഈ പോയിന്റും ഈ പാരലൽ ലൈൻ വരച്ച ലൈനും ഈ പോയിന്റും തമ്മിൽ കൂട്ടിമുട്ടും. ജസ്റ്റ് കൂട്ടിമുട്ടിയിട്ടില്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചോളൂ, അതിന് പ്രശ്നമില്ല. ഓക്കെ, അത് ഈ ബിയും തമ്മിൽ ജോയിൻ ചെയ്യുക, അത് ഷെയ്ഡ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് കാണാം കേട്ടോ വരയ്ക്കണത്. ഇനി വീണ്ടും വരച്ച് ഞാൻ എന്തെങ്കിലും ഓൺലൈൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും വീഡിയോ കാണുന്നതിന് കുഴപ്പമില്ല. വീണ്ടും വരച്ച സമയം കളയുന്നില്ല. അപ്പം എങ്ങനെയാണ് നമ്മുടെ റിക്വയർഡ് ട്രയാങ്കിൾ വരേണ്ടത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ബി സി ക്യു ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇനി ബി സി ക്യു 60 ഡിഗ്രി ആയിട്ടുള്ള വേറൊരു ട്രയാങ്കിൾ വരയ്ക്കും. ഏതെങ്ങനെ വരയ്ക്കാം? ആംഗിൾ ബി സി ക്യു ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. അത് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കണ്ട മാതിരി തന്നെ ബേസിക് ആയിട്ടുള്ള ട്രയാങ്കിൾ വരയ്ക്കണം. എന്താണ്? 7 സെന്റിമീറ്റർ 60 ഡിഗ്രി പ്രൊട്രാക്ടർ വെച്ചിട്ട് എടുത്തു. 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് നേരത്തെ വരച്ചില്ലേ ആ സെയിം ബേസ് ട്രയാങ്കിൾ തന്നെയാണ് വരയ്ക്കേണ്ടത്. ഇനി വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ എന്ത് വരയ്ക്കണം? ബി സി ക്യു ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയിട്ടുള്ള ഈ ട്രയാങ്കിളിന് സെയിം ഏരിയ വരുന്ന വേറെ ട്രയാങ്കിൾ വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയോടെ ബി പേര് കൊടുത്തില്ലേ, എ ബി സി പേര് കൊടുത്തു. ഇവിടെ നോക്കിയേ ബി സി ക്യു ആണ്. അപ്പോൾ ഫസ്റ്റ് 2 ലെറ്റർ ഏതാണ്? ബി സി. അതാണ് എന്തായിട്ട് എടുക്കേണ്ടത്? ബേസ് ആയിട്ട് എടുക്കേണ്ടത്. ബി സിനെയാണ് ബേസ് ആക്കി എടുക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി സിക്ക് പാരലൽ ആയിട്ടാണ് ലൈൻ വരയ്ക്കേണ്ടത് അർത്ഥം. ഓക്കെ, അപ്പൊ ബി സി എവിടെയാണ്? ഇവിടെ ഇതാണ് ബി സി. ഈ ലൈനിന് പാരലൽ ആയിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കണം എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യം വന്ന 2 ലെറ്ററുകൾക്ക് പാരലൽ ആയിട്ട് വേണം നമ്മൾ ലൈൻ വരയ്ക്കാനായിട്ട്. അപ്പൊ ബി സിക്ക് പാരലൽ ആയിട്ട് നമ്മൾ എങ്ങനെ ലൈൻ വരയ്ക്കും? വീണ്ടും നമ്മൾ സെറ്റ് സ്ക്വയറും സ്കെയിലും എടുക്കും. ഓക്കെ, കണ്ട് എന്ത് ചെയ്യാം? ഇനി നമ്മൾ ഈ ബി സിക്ക് പാരലായിട്ടാണ് ലൈൻ വരയ്ക്കാൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? നേരത്തെ ചെയ്ത മാതിരി തന്നെ ഈ ബി സി എന്ന ലൈനിൽ ഈ സെറ്റ് സ്ക്വയറിന്റെ ഈ വശം ഏറ്റവും നീട്ടം കൂടിയ വശം നമ്മൾ വെച്ചു. വെച്ചില്ലേ? നമ്മൾ സ്കെയില് ഇതിനോട് ചേർപ്പിച്ച് തന്നെ വെക്കാം. കണ്ടോ, ഇതിനോട് ചേർപ്പിച്ച് തന്നെ സ്കെയില് വെക്കാം. ഓക്കെ, സ്കെയില് ഇതിനോട് ഇങ്ങനെ വരും കേട്ടോ. ഈ എൽ ഷേപ്പിൽ ചെരിഞ്ഞൊരു എൽ ഷേപ്പിൽ വരും. ഇങ്ങനെ ചെരിഞ്ഞൊരു എൽ ഷേപ്പിലായിരിക്കും സെറ്റ് സ്ക്വയർ സ്കെയിലിന് അങ്ങനെയായിരിക്കും ഇരിക്കുക കേട്ടോ. ഈ സെറ്റ് സ്ക്വയറിന്റെ ഈ മൂലോട് ചേർത്ത് വേണം നമ്മുടെ സ്കെയിൽ വെക്കാനായിട്ട്. അപ്പൊ എനിക്ക് കുറച്ച് നീക്കി കൊണ്ടുകൊണ്ട് വരും. ഈ എ എന്ന പോയിന്റിലാണ് നമ്മൾ പാരലൽ ലൈൻ വരയ്ക്കേണ്ടത്. നോട്ട്ബുക്കിലാവുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നീക്കിയാൽ കിട്ടും. ബോർഡ് വലുതായതുകൊണ്ട് കുറച്ചുകൂടി എനിക്ക് നീക്കേണ്ട വരും. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാൻ പോകണം? നീക്കി ഏടത്തേക്ക് കൊണ്ടുപോകാൻ പോകണം കേട്ടോ. ജസ്റ്റ് എനിക്ക് ഇവിടെ നിങ്ങൾ സ്കെയിൽ നീക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്കിവിടെ സ്കെയിൽ നീക്കാതെ ഏഴത്തേക്ക് എത്തൂല, അതുകൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യാം? ലൈനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു കേട്ടോ. ഇപ്പൊ ബി സി എന്ന ലൈനിന് പാരലൽ ആയിട്ടാണ് ഇപ്പൊ ഈ ഒരു ലൈൻ വരച്ചിരുന്നത് കേട്ടോ. ബി സി എന്ന ലൈനിന് പാരലൽ ആയിട്ട് ഞാൻ ഈ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. നമ്മുടെ ആംഗിൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ബി സി ക്യു ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പൊ 60 ഡിഗ്രി ആർക്ക് കൊടുക്കേണ്ടത്? സിക്ക് കൊടുക്കണം. സിക്ക് 60 ഡിഗ്രി കൊടുക്കണം. എപ്പോഴും ഓർക്കാൻ നടുക്കെടുക്കുന്ന ലെറ്ററിനാണ് ഞാൻ ആംഗിൾ കൊടുക്കേണ്ടത്. അപ്പൊ സിയിൽ എന്ത് ചെയ്യുക? വീണ്ടും നമുക്ക് പ്രൊട്രാക്ടർ ആവശ്യമുണ്ട്. പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തു.
സീൽ എന്ത് ചെയ്യുക, സീല് കുത്താം, സീല് വയ്ക്കണം, സീല് ഈ ലൈനിൽ വയ്ക്കാം. എന്നിട്ട് എന്ത് മാർക്ക് ചെയ്യുക, 60 ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ 0 തുടങ്ങി കൗണ്ട് ചെയ്യുക, 0, 10, 20, 30, 60 ഇവിടെ വരും കേട്ടോ. 60 മാർക്ക് ചെയ്തു. എന്ത് ചെയ്യുക, ഈ പോയിന്റിൽ നീട്ടി വരച്ചു. എവിടെ വരെ വരയ്ക്കണമെന്നറിയോ, ഈ പാരലൽ ലൈൻ വരെ വരയ്ക്കണം. ഈ പാരലൽ ലൈൻ ടച്ച് ചെയ്യണവരെ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ സിന്ന് ഈ ഒരു പാരലൽ ലൈനിലേക്ക് ടച്ച് ചെയ്യണവരെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് തന്നെ ബാക്കിയുള്ളത് BCQ അല്ലേ. ഇനി ബിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ബിയിലേക്ക് ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ബിയും സിയും കിട്ടി. അപ്പോൾ ഈ ഒരു പോയിന്റ് എന്തായിരിക്കും, Q ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പറഞ്ഞ ട്രയാങ്കിൾ ഇത് 60 ഡിഗ്രി ഉണ്ട്. അപ്പോൾ നമ്മൾ വരയ്ക്കാൻ പറഞ്ഞ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്, BCQ. നേരത്തെ വരച്ച മാതിരി സെയിം തന്നെയാണ് സ്റ്റെപ്പുകളൊക്കെ. ആ ബേസും ആംഗിളും വ്യത്യാസം ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ ആദ്യം കിടക്കുന്ന 2 നമ്പറുകൾ, സോറി 2 നമ്പർ അല്ല, 2 ലെറ്റേഴ്സ് ആ സൈഡാണ് ബേസ് ആക്കി എടുക്കേണ്ടത്. ആംഗിൾ കൊടുക്കേണ്ടത് അതിന് മിഡിൽ കിടക്കുന്ന നമ്പർ ലെറ്ററിന് വേണം ആംഗിൾ കൊടുക്കാനായിട്ട്. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ വരച്ച മാതിരി സെയിം ആയിട്ട്. അതാണ് ഇപ്പോൾ ട്രയാങ്കിൾ ഏതാണ്, BCQ. അതാണ് നമ്മുടെ റിക്വയർഡ് ട്രയാങ്കിൾ. ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഒരെണ്ണോണ്ട് ഇതേപോലെ തന്നെ ചെയ്യാനുണ്ട് നമുക്ക് അതുകൊണ്ട് ഒന്ന് ചെയ്യാം. അതേതാണ്, ACR is equal to 30 ഡിഗ്രി അല്ലേ. ആംഗിൾ ACR is equal to 30 ഡിഗ്രി അല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ട്രയാങ്കിൾ ഒന്ന് വരയ്ക്കാം. ആദ്യം വരച്ചില്ലേ 7 സെൻറ്റിമീറ്ററും 60 ഡിഗ്രിയും 5 സെൻറ്റിമീറ്റർ ട്രയാങ്കിൾ ഇല്ലേ, അത് നമുക്ക് അതിന് വരയ്ക്കാം. എന്നിട്ട് അതിന് ഈ ആംഗിൾ നമുക്ക് കൊടുക്കും. AB ആണ് 7 സെൻറ്റിമീറ്റർ, 60 ഡിഗ്രി. ഞാൻ ഇപ്പോൾ മെഷർമെൻറ്റ് ചെയ്യണില്ല, നിങ്ങൾ എടുക്കുക. 60 ഡിഗ്രി എടുത്ത് 5 സെൻറ്റിമീറ്ററിൻ്റെ ആർക്ക് കട്ട് ചെയ്ത് യോജിപ്പിച്ചു. ഫസ്റ്റ് നമ്മൾ വരച്ചില്ലേ ആ ട്രയാങ്കിൾ തന്നെയാണ് വീണ്ടും വീണ്ടും വരയ്ക്കുന്നത്. ഫസ്റ്റ് ബേസ് ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. നമുക്ക് ACR is equal to 30 ഡിഗ്രിയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, AC ബേസ് ആയിട്ട് എടുക്കുക. AC എന്ന് പറയുന്നത് ഈ ഒരു വശമാണ് AC അല്ലേ. ഈ ഒരു വശത്തിന് പാരലൽ ആയിട്ടാണ് നമ്മൾ ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ സെറ്റ് സ്ക്വയർ നമ്മുടെ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ഈ AC എന്ന ലൈനിൽ നമ്മൾ സെറ്റ് സ്ക്വയർ വയ്ക്കുക. ഓക്കെ, സ്കെയില് ഇതിനോട് ചേർപ്പിച്ച് വയ്ക്കുക. എവിടെ വരെ നീക്കണം, B എന്ന മൂല വരെ നീക്കണം കേട്ടോ. B എന്ന പോയിന്റ് വരെ നമ്മൾ എന്ത് ചെയ്യുക, നീക്കി കൊണ്ടുവരാം. ഓക്കെ, അപ്പം നിങ്ങൾ നീക്കി കൊണ്ടുവരാം. എനിക്ക് ജസ്റ്റ് ബോർഡായതുകൊണ്ട് നീക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ ആ ലൈനിന് പാരലായിട്ട് ലൈൻ വരച്ചിട്ടുണ്ട്. നമുക്ക് എന്താ കൊടുക്കേണ്ടത്, CE 30 ഡിഗ്രി കൊടുക്കണം. C എന്ന ലെറ്ററിന്, C എന്ന ലെറ്റർ ഇവിടെ വന്നാണ്, ഇവിടെ വന്നാണ് അല്ലേ. ഈ ഒരു വെർട്ടെക്സിൽ 30 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്യണം. അങ്ങനെ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊട്ടാക്ടർ വീണ്ടും എടുക്കുക. സീൽ ഉണ്ട്, ഇങ്ങനെ സീൽ വെക്കുക. വെച്ചില്ലേ 30 ഡിഗ്രി, 0, 10, 20, 30 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ വലിയ പുതിയ വരച്ച ലൈനില്ലേ പാരലൽ ലൈൻ, അത് മേക്ക് മുട്ടിക്കണം. അത് മേക്ക് മുട്ടിച്ചിട്ടുണ്ട്. ബാക്കി എന്താണ്, ഇപ്പം CU ആയിട്ടുണ്ട്, ഈ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ, എയും വരും അല്ലേ. അപ്പം എയിലേക്ക് മുട്ടിക്കുക. അപ്പം എന്ത് വരും, AC. ബാക്കി ആരോടെ ഉള്ളത്, R, ACR. അപ്പം ഇതാണ് നമ്മുടെ എന്ത് ആവശ്യമായിട്ടുള്ള ട്രയാങ്കിൾ. ഇതാണ് ACR. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രയാങ്കിൾ കിട്ടിക്കണ്ട. അപ്പോൾ സെയിം ബേസും പാരലൽ ലൈനിലാണ് 2 പോയിന്റ് കൂട്ടിയാണ് അല്ലേ. അതുകൊണ്ട് ഈ 2 ട്രയാങ്കിളിൽ എന്തായിരിക്കും, സെയിം ഏരിയ ആയിരിക്കും. അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് സെയിം രീതിയിൽ തന്നെയാണ്. ഓക്കെ, അപ്പം ഇത്ര നമ്മൾ എന്ത് എടുക്കണുള്ളൂ, ജസ്റ്റ് ഏരിയ സെയിം ഒരു ട്രയാങ്കിൾ വന്നിട്ട് അതിന് സെയിം ഏരിയ ഉള്ള വേറൊരു ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കും, ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നോട്ട്ബുക്കിൽ കൂട്ടി വെക്കുന്നത് കുറച്ച് കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പം വരച്ച് പഠിക്കാം കേട്ടോ. സെയിം മെഷർമെൻറ്റ്, സെറ്റ് സ്ക്വയറും സ്കെയിലും കോമ്പോസ് ഒക്കെ വെച്ചിട്ടാണ് വരയ്ക്കാൻ. വെറുതെ റഫായിട്ട് വരച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫിഗർ കിട്ടില്ല. അതുകൊണ്ട് വരയ്ക്കുക. ഇനി വരയ്ക്കുന്നതിന് എന്തെങ്കിലും സംശയമുണ്ട്, ഈ ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റം വരുന്ന സ്പീഡ് കൂടുതലാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റായിട്ട് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അതിന് സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് വിളിച്ച് കഴിഞ്ഞപ്പം കിട്ടണമെന്നില്ല. അപ്പം മെസ്സേജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അത് സൗകര്യം പോലെ പറഞ്ഞു തരാം കേട്ടോ. അപ്പം നോട്ട്ബുക്കിലേക്ക് കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ കിട്ടണമെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ വരച്ച് നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ വരച്ച് നോക്കാം. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.